സദ്യയിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, കുറച്ച് മധുരമുള്ള ഒരാള്. അതാണ് നമ്മുടെ മധുരപ്പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി. നല്ലോണം പഴുത്തൊരു പൈനാപ്പിൾ എടുക്കുക. അതിനുശേഷം അതിന്റെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഇതുപോലത്തെ ഈ കറുത്ത സാധനമൊക്കെ ചെത്തിക്കളഞ്ഞ് മൂക്കെല്ലാം ചെത്തി കുരുകുരുന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. മൂക്കെന്ന് പറയുന്നത് പൈനാപ്പിളിലെ നടുക്കുള്ള ഭാഗല്ലേ, കട്ടിയുള്ളത്, അതാണ്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ഇനി വേണ്ടത് ഇതിലേക്കുള്ള ഒരു കൂട്ടാണ്. 2 പിടി നാളികേരം, 1/2 ഗ്ലാസ് വെള്ളം, 1 ടീസ്പൂൺ കടുക്, 1/4 കപ്പ് നല്ല പുളിയുള്ള തൈരും കൂടിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയരുത്, ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു 10 15 മുന്തിരിയാണ്. വെന്ത പൈനാപ്പിൾ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് വേവാനായിട്ട് അനുവദിക്കുക. പച്ചമണൊക്കെ മാറിയതിന് ശേഷം മുന്തിരിയും കൂടി ചേർക്കുക. മുന്തിരി വേവിച്ച് ഉടഞ്ഞു പോവരുത്, കടിക്കാനൊക്കെ കിട്ടുന്ന ഒരു പരിവാവണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ഇനി നമ്മുടെ താളിക്കൽ പരിപാടികളാണ്. ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും, കുറച്ച് വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.